നമസ്കാരം, ഞാൻ സോണി അഭിലാഷ്. ഭക്ഷണശാലയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ചക്കക്കുരു കൊണ്ടൊരു അടിപൊളി വിഭവം തയ്യാറാക്കാം. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. അതിന് മുന്നേയായി വീഡിയോ കണ്ടിഷ്ടമായാൽ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ തന്നെ ലൈക്ക്, ഷെയർ, കമൻറ്റ് ഒന്നും ഇടാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. അതിനായി നമുക്ക് 1 കപ്പ് ചക്കക്കുരു ഞാനൊന്ന് നന്നായി കഴുകി ക്ലീനാക്കി സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. 1 കപ്പ് ടൊമാറ്റോ, 1 കപ്പ് ഓണിയൻ, 1 കപ്പ് ഫ്രഷ് കോക്കനട്ട് മിൽക്ക്, 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 2-3 പച്ചമുളകൊന്ന് കീറിയത്, 2 തണ്ട് കറിവേപ്പില. ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കാനായി അടുപ്പിലൊരു പാൻ വെച്ച് ചൂടായി വന്നപ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ഒഴിച്ചു. അതിലേക്ക് 2 തണ്ട് കറിവേപ്പിലയും ഇട്ടു. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് 2 പച്ചമുളക് കീറിയതും കൂടെ ഇട്ട് കൊടുത്തു കേട്ടോ. പച്ചമുളകും കൂടെ ഒന്ന് വഴന്ന് വരട്ടെ. അപ്പോഴേക്കും നമുക്കിതിലേക്ക് പെരുംജീരകം ചേർക്കാം. ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ ചക്കക്കുരുവിൻ്റെ പാട ഇല്ല കേട്ടോ. അത് നല്ല ടേസ്റ്റാണ്. നമുക്ക് ഈ റോസ്റ്റിൻ്റെ കൂടെ ചേർത്ത് കഴിഞ്ഞാലും ഉപ്പേരി വെച്ചാലും ഒക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ. അത് ഫ്രൈ ചെയ്ത് കഴിക്കാനും സ്വാദാണ്. അതുകൊണ്ട് ഞാൻ കുറച്ച് ഓണിയൻ, സവോള കൂടുതൽ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചെറിയ ഉള്ളി ചേർത്താലും നല്ല ടേസ്റ്റാണ് കേട്ടോ. അതുപോലെ തന്നെ ചക്കക്കുരുവിൻ്റെ പാടം നിങ്ങൾ ക്ലീൻ ചെയ്യുമ്പോൾ അതിൻ്റെ ഈ ഒരു സൈഡിൽ കുറച്ച് തിക്കായിട്ടുള്ളൊരു ഭാഗം ഉണ്ടാവും. അത് കളയണം കേട്ടോ. അത് റിമൂവ് ചെയ്യണം. അത് ചേർത്ത് കഴിഞ്ഞാൽ ചെറിയൊരു കയ്പുണ്ടാവും. ഇതിലേക്ക് ഞാൻ ഒരല്പം ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ട് സവാള വഴറ്റിയെടുക്കാം. ഓണിയൻ നന്നായി വഴന്ന് വരണം, അതുവരെ വഴറ്റിയെടുക്കാം കേട്ടോ. ഇത്ര ചക്കക്കുരു എൻ്റെ കയ്യിലുള്ളൂ കേട്ടോ. അത് ഞാനിതുപോലെ ക്ലീൻ ആക്കിയതിന് ശേഷം നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുള്ളതാണ്. അതും കൂടെ ചേർത്ത് കൊടുത്തു. കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. പൊടിയുടെയൊക്കെ പച്ചപ്പൊടികളുടെ എല്ലാം പച്ചമണം നന്നായിട്ട് മാറി വന്നതിന് ശേഷം നമുക്കതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടി ചേർക്കാം കേട്ടോ. പിന്നെ ഇതിലേക്ക് ഒരു തക്കാളി കൂടെ ചേർത്ത് കൊടുത്തു. ഉപ്പ് പാകത്തിന് ചേർക്കണം. തക്കാളിയും സവാളയും പച്ചമുളകും ചക്കക്കുരും ഒക്കെ നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള കോക്കനട്ട് മിൽക്ക് ചേർക്കാം. തേങ്ങാപ്പാൽ നല്ല ഫ്രഷ് ആയിട്ടുള്ള തെങ്ങിൻ്റെ പാലാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ കറിക്ക്. കുറച്ച് ഗ്രേവി ടൈപ്പായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ കോക്കനട്ട് മിൽക്ക് തേങ്ങാപ്പാൽ ചേർക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കത് ചെറിയ തീയിൽ അടച്ച് വെച്ച് നന്നായിട്ട് വരട്ടിയെടുക്കാം. നല്ല റോസ്റ്റ് രൂപത്തിലാണ് ഞാനിപ്പോൾ ഇത് ചെയ്യുന്നത്. നമുക്ക് ചപ്പാത്തിക്കൊപ്പം ചോറിനൊപ്പം ഒക്കെ സെർവ് ചെയ്യാൻ നല്ല സ്വാദ് മാത്രമല്ല, നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒന്നല്ല ചക്കക്കുരു എന്ന് പറയുമ്പോൾ. നമുക്കിപ്പോൾ ഇവിടെ കിട്ടാനില്ലാത്തതുകൊണ്ട്, നാട്ടിലാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ളൊരു സംഗതിയാണ് കേട്ടോ. കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് നമുക്കിത് വഴറ്റി ചെറിയ തേയിലിട്ട് എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ചൂടോടുകൂടി തന്നെ നമുക്ക് ചപ്പാത്തിക്കൊപ്പം ആയാലും ചോറിനൊപ്പം ആയാലും ഒക്കെ സെർവ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ല സൂപ്പർ ടേസ്റ്റിയാണ്. അതുപോലെ തന്നെ കഴിക്കാൻ ടേസ്റ്റിയുമാണ്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണേ. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത്. അടുത്തൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്